മൺസൂൺ ഗ്രാൻഡ് പിക്സ് ചലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസമാണ്, രണ്ടാമത്തെ ആഴ്ചയാണ്. അത് ചലഞ്ച് എങ്ങനെയാന്ന് വെച്ചാൽ 3 ആഴ്ചയാണ് ഇതിന്റെ റണ്ണിങ് ചലഞ്ച്. ഫസ്റ്റ് വീക്കിൽ 10 കിലോമീറ്റർ റൺ ചെയ്യണം, സെക്കൻഡ് വീക്കിൽ 5 കിലോമീറ്റർ, തേർഡ് വീക്കിൽ 15 കിലോമീറ്റർ. അപ്പോൾ ഈ ഓരോ ചലഞ്ചിലും PB പേഴ്സണൽ ബെസ്റ്റ് ഒരു ടീം 10 പേരാ അല്ലെങ്കിൽ 20 പേരാ നമ്മുടെ ടീമിൽ നിന്ന് റൺ ചെയ്യണമെങ്കിൽ അവരുടെ പേഴ്സണൽ ബെസ്റ്റ് ആരാണോ അവരാണ് അന്നത്തെ മെഡൽ കിട്ടുന്നത്. പിന്നെ അതുകൂടാതെ ഈ 3 ചലഞ്ച് തീർത്ത് കഴിഞ്ഞാൽ അവർക്കൊരു സ്പെഷ്യൽ അപ്രിസിയേഷനും ഒരു മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ യൂണിവേഴ്സിറ്റി ട്രാക്കിൽ എല്ലാവരും കൂടി ഓടിയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 10 കിലോമീറ്റർ ആയിരുന്നു. ഞങ്ങളൊരു 10-15 പേര് ഇവിടെയും അതുപോലെ തന്നെ ബാക്കി കുറേ ആളുകൾ മംസാറിൽ വെള്ളം കഴിഞ്ഞ മഴവെള്ളത്തിൻ്റെ വെള്ളം കാരണം അധികം ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ കൂടിയിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം 1 മണിക്കൂറും 6 മിനിറ്റുമാണ് ഈ 10 കിലോമീറ്റർ ഓടി തീർക്കാൻ വേണ്ടി സമയമെടുത്തത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മംസാറിലായിരുന്നു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ കിടക്കുമ്പോൾ നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് നേരം വൈകി. പിന്നെ മംസാറിൽ പോകാനുള്ള സമയമല്ല, അവരൊക്കെ ഓൾറെഡി തുടങ്ങിയിരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ വന്ന് ഇവിടെ വീണ്ടും യൂണിവേഴ്സിറ്റി ട്രാക്കിൽ എൻ്റെ ഇന്നത്തെ 5 കിലോമീറ്റർ തീർത്തു. ഏകദേശം വാച്ചിൽ നോക്കിയാൽ അറിയാം 31 മിനിറ്റ്. അപ്പോൾ ഇന്നത്തെ റണ്ണിങ്ങിൻ്റെ ആക്ടിവിറ്റിയാണ് നമ്മൾ കാണുന്നത്. 5 കിലോമീറ്റർ നോക്കാം നമുക്കൊന്ന്. ഗാർമിനിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഗാർമിനിൽ ഇന്ന് ഏകദേശം 5 കിലോമീറ്റർ 6.12 പേസിലാണ് ഇന്ന് ഓടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിലൊക്കെ നോക്കാം. സ്റ്റാർട്ടിങ് ടൈമും ലാപ്പ് നോക്കുമ്പോൾ കുറേ കൂടെ കിട്ടും. ഫസ്റ്റ് ലാപ്പിൽ 6 മിനിറ്റ് 23 സെക്കൻഡ്സ് എടുത്തു. സെക്കൻഡ് ലാപ്പും ഓൾമോസ്റ്റ് സെയിം. വാവ്, ദാറ്റ്സ് ആൻ അമേസിങ്. ആൻഡ് തേർഡ് കിലോമീറ്ററിൽ 6.16 ഒന്നും കൂടി ബെറ്ററായി. ഫോർത്ത് കിലോമീറ്ററിൽ 5.57 അഗെയിൻ ബെറ്റർ. ആൻഡ് ഫിഫ്ത്ത് കിലോമീറ്റർ അഗെയിൻ ബെറ്റർ 5.58. അപ്പോൾ ടോട്ടൽ 6.12. 31 മിനിറ്റ് എടുത്തു. ശരിക്കും ഒരു 30 മിനിറ്റിൻ്റെ അടിയിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റായിരുന്നു. ഓക്കെ, ബാക്കി നമ്മുടെ ഹാർട്ട് റേറ്റൊക്കെ ലാസ്റ്റ് എത്തുമ്പോഴത്തെ ഹാർട്ട് റേറ്റൊക്കെ ഒരു 147 ഹാർട്ട് റേറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതൊക്കെയാണ് അതിങ്ങനെ ഇന്നത്തെ ഓട്ടത്തിൻ്റെ ഈ മൺസൂൺ ഗ്രാൻഡ് പിക്സിൻ്റെ സ്റ്റോറികൾ. അപ്പോൾ നമ്മുടെ JP കൂടി ഇപ്പോൾ ഈ സമയത്ത് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. JP യൂണിവേഴ്സിറ്റി ട്രാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, യൂണിവേഴ്സിറ്റി ട്രാക്ക് ഞാൻ മുമ്പ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത സിമിലർ തോട്ട്, സിമിലർ ഓൾമോസ്റ്റ് ലൈഫ് സ്റ്റോറി സിമിലർ ആയിട്ടുള്ള കുറേ ആളുകളെ കിട്ടും. അതിലൊരാളാണ് JP. JPയുടെ ഒരു പ്രത്യേകത ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ കുറേ സ്റ്റോറികളൊക്കെ ഷെയർ ചെയ്തപ്പോഴാണ് JP പറയണത് പുള്ളിക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കുറേ സ്റ്റോറി പറയാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. JP 2 വാക്ക് മറക്കാതിരിക്കാൻ എന്താ പറയാ, ഈ വീഡിയോ നമ്മൾ കുറെ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഒരു രസമാണ്. അത് ശരിയാണ്. എന്തായാലും ഇത് പറഞ്ഞ പോലെ ഒരുപാട് സുഹൃത്തുക്കളെ ഈ ട്രാക്കിൽ വരുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ സിമിലർ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാര്യത്തിൽ. പിന്നെ ഇത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതെല്ലാം ഓവർകം ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും പഴയ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതെ, എല്ലാ ദിവസവും ട്രാക്കിൽ വരിക എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ ചെയ്യുന്ന സാധനം എത്ര ബ്രേക്ക് എടുത്താലും വീണ്ടും അഗെയിൻ കം ടു ദ ട്രാക്ക്. അതെ അതെ, അതൊരു എക്സസൈസ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് മെന്റലി ഒരു വല്ലാത്തൊരു ഒരു റിലാക്സ് കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മളെ ചെറിയൊരു ബ്ലോക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു 2-3 കിലോമീറ്റർ നടക്കുകയോട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രീ ആവുക. ഈ സമയത്ത് അതല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ അവിടെ കിടന്നുറങ്ങായിരുന്നു. ഈ സമയത്ത് റൂമിൽ കിടന്നുറങ്ങിയാലേ രാവിലെ വീക്കെൻഡ് ആണെങ്കിലും ഉറങ്ങണ സമയത്ത് നമുക്ക് നല്ല രസമാണ്. പക്ഷെ ഒരു 10 മണിക്കൊക്കെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുതരം ബോറിങ്, ഒരു പ്രാന്ത് പിടിക്കാണ്ട് ഇന്നത്തെ ദിവസം കൊളാക്കിയില്ലേ. നമ്മൾ നടക്കാനോ ഓടാനോ പോയില്ല ഭയങ്കര ഒരു എന്താ പറയുക നഷ്ടബോധം തോന്നും ഭയങ്കരമായിട്ട്.
എന്തോ ചെയ്യാതിരുന്ന പോലെ ഉണ്ടാവും. ഞാൻ ശനി ഞായർ എന്തായാലും എന്താ പറയുക, വർക്കിംഗ് ഡേയ്സിലാണ് പിന്നെയും ലേറ്റ് ആവുക. ശനി ഞായർ എന്തായാലും നേരത്തെ വരും. അപ്പൊ എന്തായാലും ഈ വീഡിയോയുടെ നമ്മുടെ ഓർമ്മക്കോടെ കിടക്കട്ടെ. ഇതിന് ലിങ്ക് ഞാൻ അയച്ചുതരാം. താങ്ക് യു. അതേസമയത്ത് മറ്റ് സ്ഥലങ്ങളിലായിട്ട് ഇന്ന് ചലഞ്ച് തീർത്ത ആളുകളെ കൂടി ഈ ഫോട്ടോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കേരള റൈഡേഴ്സിൻ്റെ പ്രിയങ്കരായ താരങ്ങൾ മംസാർ ബീച്ചിൽ ഇന്ന് ഈ ചലഞ്ച് ഓടിത്തീർത്തിരിക്കുന്നു. അവർക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ ടീം. അപ്പം അതോടുകൂടി ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.